ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? എല്ലാവരുടെയും അഭിപ്രായം എന്താണ്? എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഞാൻ ഇന്ന് ഒരടിപൊളി റാഗി അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ലിൻ്റെ കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ റാഗിയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ അമൃതം പൊടിയും കൂടെയാണ് എടുക്കുന്നത്. റാഗി നമുക്കറിയാമല്ലോ, ഫൈബറിൻ്റെ കലവറയാണ്. അതുപോലെ അമൃതം പൊടിയിലും കടല, ചെറുപയർ, വൻപയർ അങ്ങനെ എല്ലാ ധാന്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഫൈബറിൻ്റെ കലവറയാണ്. കുട്ടികളുടെ വളർച്ചയ്ക്കും 5 മാസം അല്ലെങ്കിൽ 6 മാസം ആകുമ്പോഴാണല്ലോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കും. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടേഴ്സ് കുറുക്ക് കൊടുക്കാനല്ലേ പറയുന്നത്. ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ സ്റ്റേജ് പെട്ടെന്ന് ആരംഭിക്കുന്ന ആ സമയത്താണല്ലോ. അന്നേരം അവർക്ക് ആവശ്യമായ കാൽസ്യം, സിങ്ക്, പൊട്ടാസ്യം, വൈറ്റമിൻ എ ഇതെല്ലാം ഈ ഡ്രിങ്ക് കുടിക്കുന്നത് മൂലം അവർക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ നട്ട്സും ചേർക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഏത്തപ്പഴമാണ് ചേർക്കുന്നത്. നട്ട്സും നമുക്ക് ചേർക്കാം, പഴങ്ങൾ ചേർക്കാം. ഇന്ന് ഞാൻ ഒരു ഏത്തപ്പഴമാണ് ചേർക്കുന്നത്. നട്ട്സ്, അണ്ടിപ്പരിപ്പും പിന്നെ ഒക്കെ നമുക്ക് പൊടിച്ച് ചേർക്കാം. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സൗന്ദര്യം നിലനിർത്തുന്നതിനും പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ പിന്നെ നമുക്ക് കുറയ്ക്കുന്നതിനും എല്ലാം സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഈന്തപ്പഴം ചേർക്കാം, ആപ്പിൾ ചേർക്കാം, അങ്ങനെ തുടങ്ങിയ പഴങ്ങളൊക്കെ ചേർക്കാം. അപ്പം ഇന്ന് ഞാനൊരു ഏത്തപ്പഴമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സ്പൂണിന് ഒരു 2 സ്പൂണ് പഞ്ഞിപ്പുല്ല് അല്ലെങ്കിൽ റാഗി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തന്നെ ഒരു 2 സ്പൂണ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് പഞ്ഞിപ്പുല്ല് അടുപ്പത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ കൈ വിടാതെ ഇത് ഇളക്കി കൊടുക്കണം. കുറുകുന്നിടം വരെ ഇളക്കണം. നമ്മൾ നമുക്ക് ഇളക്കിയിട്ട് കാണാം. ഇനി നമുക്കിത് കുറുകി കഴിഞ്ഞിട്ട് പഞ്ഞിപ്പുല്ല് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കുറുകുന്നിടം വരെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഇത് കുറുകി കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. പഞ്ഞിപ്പുല്ലിന് നല്ല വേവുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കുറുക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നത്. ഇനി ഇത് കുറുകിയതിന് ശേഷം നമുക്ക് കാണാം. കൈ വിടാൻ പറ്റത്തില്ല. കൈ വിട്ടാൽ അടി കട്ട പിടിക്കും. പഞ്ഞിപ്പുല്ലിവിടെ കുറുകി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് നമ്മളിതൊന്ന് കറക്കാൻ. നമ്മുടെ പഞ്ഞിപ്പുല്ല് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് അതിൻ്റെ കൂടെ ചേർക്കാൻ ഞാൻ ഒരു ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായും ഒരു നുള്ളു ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട്. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ചേർക്കുന്നതൊക്കെ ഓപ്ഷനിലാണ്. അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു കുറച്ച് ഉണക്കമുന്തിരിങ്ങ, അതിനകത്ത് അരി എടുത്ത് കളഞ്ഞേക്കുവാണ്. ഉണക്കമുന്തിരിങ്ങ ചേർക്കുന്നത്, ഉണക്കമുന്തിരിങ്ങ വൈറ്റമിൻ്റെയും മിനറൽസിൻ്റെയും കലവറയാണല്ലോ. അതുപോലെ സ്കിന്ന് തിളങ്ങുന്നതിനും കണ്ണ്, എല്ലിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ മുന്തിരിങ്ങ ദഹന പ്രക്രിയയ്ക്കുമൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞറിയാവുന്നതുകൊണ്ടാണ് അതുകൂടെ ചേർക്കുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര, പിന്നെ ഒരല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരയ്ക്കുന്നത്.
അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. തനിപ്പാലൊന്നുമല്ല, വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. പശുവും പാൽ ചേർത്ത് കാച്ചാൻ. പശുവും പാലില്ല. ഞാനതിന് 2 ടീസ്പൂൺ പാൽപ്പൊടി 2 ഗ്ലാസ് വെള്ളത്തിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അടിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് കാച്ചിയെടുക്കാം. വളരെ ഹെൽത്തിയാണിത്. ജിമ്മിലൊക്കെ മക്കൾ പോയിട്ട് വരുമ്പോൾ അവർക്ക് ഇതേപോലെ ഒരു മഗ് കൊടുക്കാമെങ്കിൽ അവർ പിന്നെ ഉച്ചയാകാതെ ചോറ് കഴിക്കത്തില്ല. ഇവിടെ മോന് ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ 1 ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ. കാരണം അവന് പിന്നെ രാവിലെ കാപ്പിയൊന്നും കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് ചോറേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അവൻ പറയുന്നത് ഇത് കഴിച്ചാൽ നല്ല വിശക്കത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് 1 ദിവസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എല്ലാവരും ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം അവധിയാണല്ലോ, വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയവും കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഇടാം. ആദ്യം നമുക്ക് ഏലക്കായും ഇട്ട് കൊടുക്കാം. അത് അരയണമല്ലോ. ഇനി നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങയ്ക്കകത്ത് കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം കുരു കിടന്നാൽ ഈ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി ജീരകം ഇട്ട് കൊടുക്കാം. ഉണ്ട. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ഞിപ്പുല്ല് കോരി ഇട്ട് കൊടുക്കാം. പഞ്ഞിപ്പുല്ല് കോരി ഇട്ടിട്ട് കാണാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ കാച്ചിനകത്ത് ചേർത്താൽ മതി. ഇത് ഒഴിച്ചാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നത് പശുവും പാൽ ഇല്ലാത്തത് കൊണ്ടാണ്. തേങ്ങാപ്പാൽ ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പശുവും പാൽ ഇല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ ചേർത്തും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ സമയം കുറവായിരിക്കും. അവർ രാത്രിയിലെ ഇച്ചിരി തേങ്ങയൊക്കെ തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചേക്കാമെങ്കിൽ നമുക്ക് രാവിലെ എണ്ണീറ്റ് അവർക്കും ഇച്ചിരി വെപ്രാളം പിടിച്ച് കഴിക്കാൻ സമയമില്ലാതെ പലരും പട്ടിണി കൈ പൊതിഞ്ഞോണ്ടൊക്കെയാണ് പോകുന്നത്. ഇതേപോലെ ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ട് പോകാമെങ്കിൽ നിങ്ങൾക്കും ഉച്ചവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ കഴിക്കാമെങ്കിൽ ഉച്ചവരെ ഏതായാലും പിടിച്ച് നിൽക്കാൻ സാധിക്കും. അപ്പം നമുക്കിനി ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്ന് കാച്ച. പഞ്ഞിപ്പുല്ലും മറ്റ് ചേരുവകളും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പാലിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ആ തേങ്ങാപ്പാലൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. പഞ്ഞിപ്പുല്ല് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. പഞ്ഞിപ്പുല്ല് ഞാൻ വാങ്ങിച്ച് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്ന. പൊടിച്ച് 3 പ്രാവശ്യം ഇടയും. അപ്പോൾ അതിനകത്തെ വലിയ ഫൈബറെല്ലാം അങ്ങ് പോകും. പിന്നെ ആവശ്യമുള്ള കുറച്ച് ഫൈബർ നമുക്ക് കിട്ടും. പിന്നെ അമൃതം പൊടിയും കയ്യിലുള്ളത് കൊണ്ട് ചേർത്താം. അമൃതം പൊടിയൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പഞ്ഞിപ്പുല്ല് തന്നെ ആയാലും മതി. ഇത് ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. എല്ലാ പ്രായത്തിലുള്ളവർക്കും 10-30 വയസ്സ് കഴിയുമ്പം എല്ലാവരുടെയും എല്ലിനും പല്ലിനും ഒക്കെ വിലക്കുറവൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാം. ഷുഗർ ഉള്ളവർ ഇതൊന്നും ചേർക്കണമെന്നില്ല. ഷുഗർ ഉള്ളവർക്ക് മധുരം കഴിക്കണമെന്ന് തോന്നത്തില്ലല്ലോ. അപ്പോൾ അവർ പാലോ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത്, പഴമൊക്കെ വേണമെങ്കിൽ നട്ട്സും ഒക്കെ വേണമെങ്കിൽ അടിച്ച് ചേർത്ത് അങ്ങ് കുടിച്ചാൽ മതി. വിശപ്പും ക്ഷീണവും ദാഹവും ഒന്നും അറിയത്തില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്നതാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് കാണാം. അതുപോലെ ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികൾ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട്.
അത് ഒരുപാട് കെമിക്കൽസ് ചേരുന്നതാണ്, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇവിടുത്തെ മോനും ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ടെൻഡൻസി ഇത് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. രാവിലെ 6 മണിക്ക് മുമ്പേ ട്യൂഷനൊക്കെ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, 6 മണിക്ക് 8 മണിക്ക് ഇടയിലൊക്കെ. അവർക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർക്ക് വിശപ്പും ക്ഷീണമൊക്കെ അറിയാതിരിക്കും. വേണ്ട, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അധികം കൊടുക്കേണ്ട കാര്യമില്ല, നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ജിമ്മിലൊക്കെ പോയിട്ട് വരുന്ന മക്കൾക്ക് വേണ്ടി ഇതുപോലെ മഗ്ഗിന് നമ്മൾ ഒരു മഗ്ഗ് കൊടുക്കാമെങ്കിൽ അവരുടെ ക്ഷീണവും വിശപ്പും എല്ലാം മാറും, അവർക്ക് ആരോഗ്യം കിട്ടും. നമുക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും കുടിക്കാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങളുടെ പല്ലും എല്ലും ഒക്കെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർ മധുരം ഉപയോഗിക്കുന്നതേ ഉള്ളൂ, ബാക്കിയെല്ലാം ചേർത്ത് നമുക്കിതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിൽ പ്രായമായി വയ്യാത്ത ആളുകളൊക്കെ, കിടപ്പ് രോഗികളും പ്രായമായവരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അവർക്ക് ക്ഷീണം അറിയത്തില്ല, പിന്നെ ബലം കിട്ടും. ഇതിനൊരു പ്രായമാകുമ്പോൾ നമ്മൾ എങ്ങോട്ടേലും തട്ടി വീണ ഉടനെ എല്ലും ഒക്കെ ഒടിയുന്ന ഒരു രോഗമുണ്ടല്ലോ, എങ്ങോട്ടേലും വീണ ഉടനെ. അത് പല്ലുകളുടെയും നമ്മുടെ എല്ലുകളുടെയൊക്കെ ബലക്കുറവുണ്ടാകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഈ ഫൈബറും പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം അടങ്ങി ഇതുപോലെ ഡ്രിങ്ക് കഴിക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ പോരാഴികളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനാകും. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.